തോരൻ വെക്കാൻ. എന്തുവാ ഈ ഇലയുടെ പേരെന്തുവാ? കറിവേപ്പില അല്ല ഇത്. ഇതാണ് മൈസൂർ ചീര. ആ മൈസൂർ ചീര. അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ? ഇല്ലേ? ഇല്ലയോ? അതെ നമുക്ക് തോരൻ വെക്കാം. എല്ലാ ഇലയും എടുക്കുവോ? വിളഞ്ഞത് വേണ്ട, മുറ്റിയത് മതിയെന്നോ? കാവടിയാണോ? കാവടി കറിവേപ്പില അല്ല, മൈസൂർ ചീര. മൈസൂർ ചീര. ആ അതെന്തുവാ? മുളകിന്റെ കൂടെ എന്തുവാ ഉള്ളേ? എന്തുവാ അത്? ഉപ്പിട്ട് കഴിച്ച അമ്പഴങ്ങ. എന്തുവാ? ചമ്മന്തി അരയ്ക്കാനാണോ? ഓ ചമ്മന്തി അരയ്ക്കാൻ. കാലിനെന്ത് പറ്റി? ഒന്നും പറ്റിയില്ല, ചൊറിയുന്നു കൊച്ചിന്. ഓ പിടിച്ചോണ്ട് നിൽക്കാൻ വയ്യേ. അമ്മമ്മ അമ്പഴങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നു. ഓ ഇതെല്ലാം കൂടെ വേണ്ട കയറി വരുന്ന. ഇതെന്ത് ചീരയാ? ആ ചീരയുടെ പേര് എനിക്കറിയത്തില്ല. അപ്പുറത്താണെങ്കിൽ ഒരു തൈ കൊണ്ട് തന്നതാ, കിളിപ്പിച്ചെടുത്തു. നല്ല ഗുണമുള്ളതാന്ന് പറഞ്ഞു. അതിനാണോ ഉള്ളിയൊക്കെ? അത് തോരൻ വെക്കാനാ. ഈ കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി നമുക്ക് അതിന്റെ ഇല കാണിച്ചു കൊടുക്കാം. കാഞ്ചി ഇത് എന്ത് ഇലയാന്ന് കാണിച്ചു കൊടുക്കാം. ഇതിന്റെ പേരറിയാവുന്നവര് കമന്റ് ചെയ്യാ അല്ലേ? സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഈ ഇലയല്ല, ആ ഇല വേറെ ഇലയാണ്. നമുക്ക് പോകണ്ട. ഇവിടാണ് ആ ഇല ഉണ്ട്. അത് കുറേ ഇല ഉണ്ടായിരുന്നു, അത് നമ്മൾ വെട്ടി. അതാണ്ട് ഈ സാധനം. ഇത് നല്ല ഗുണമുള്ള എന്തോ ഇലയാണ്, തോരൻ വെക്കാൻ ബെസ്റ്റ് സാധനം. കണ്ടോ? ഇതിൻ്റെ പേര് പക്ഷെ എന്തോന്ന് അറിയത്തില്ല. അതിൽ ഉറുമ്പുണ്ട്. കാഞ്ചി പിടിക്കരുത്, ചെന്ന് കയറി കൊടുത്തിട്ടെ പിന്നെ ചൊറിയുന്നതെന്ന് പറയരുത്. കണ്ടോ? നല്ല ബെസ്റ്റ് സാധനമാണ്. പക്ഷെ ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്ത് തരേ. ഓക്കെ. ഇവിടെ അതുകൊണ്ട് അതാ അവിടെ അച്ചാച്ചൻ ഇരിപ്പുണ്ട്. ഇതുവരെ ഈ കൂടെ പോണോ? ഇതെന്താ? അപ്പം നമുക്ക് പോവാം. ചാച്ചാ ബൈ ബൈ പറഞ്ഞോളൂ. ബൈ.